കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലെ ഒരു യുവാവും 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയും ആത്മഹത്യ ചെയ്തപ്പോൾ എല്ലാവരും തിരഞ്ഞത് എന്തായിരുന്നു? ആ ഒരു ആത്മഹത്യക്ക് കാരണം എന്തായിരുന്നു എന്നതാണ്. ഏതായാലും അവരുടെ മൃതദേഹങ്ങളെല്ലാം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം വീട്ടുകാർക്ക് വിട്ടു നൽകി. അതിനുശേഷം സംസ്കാര ചടങ്ങുകളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ആദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നത്. കേരളത്തിലെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ പരിശോധിച്ച് നോക്കുവാണെങ്കിൽ വളരെ ചെറുപ്രായത്തിലുള്ള സ്കൂൾ വിദ്യാർത്ഥികളടക്കം മുതിർന്നവരാണെങ്കിൽ പോലും അതിനിടയിൽ പ്രായമുള്ള യുവതി യുവാക്കളാണെങ്കിൽ പോലും ഈ ഒരു ആത്മഹത്യ എന്നുള്ള വഴിയാണ് തിരഞ്ഞെടുക്കുന്നത്. ആ ആത്മഹത്യകൾ എന്ന് പറയുന്നത് പല രീതിയിലുള്ള വഴികൾ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ ഒരു ആത്മഹത്യ ആലപ്പുഴയിൽ നടന്നിട്ടുള്ള ഈ ഒരു അതിദാരുണമായിട്ടുള്ള മരണത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മെയിൻലി ഈ ഒരു ആത്മഹത്യ കേസ് പുറത്തു വന്നപ്പോൾ ഏറ്റവും കൂടുതൽ മലയാളികൾ ഉന്നയിച്ച ഒരു ചോദ്യം അല്ലെങ്കിൽ അവർ ചിന്തിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പെൺകുട്ടിയുടെ പ്രായവും അതുപോലെ തന്നെ ആ ഒരു യുവാവിന്റെ പ്രായവും തമ്മിലുള്ള വ്യത്യാസം തന്നെയായിരുന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ അത് വിമർശിക്കുകയാണ് ചെയ്തിരുന്നത്. നോക്കി നമ്മൾ ഈ ഒരു ആത്മഹത്യ കേസ് കേട്ടപ്പോൾ അല്ലെങ്കിൽ ഒരു വയസ്സിന്റെ അന്തരം കേട്ടപ്പോൾ തന്നെ നമുക്കും തോന്നിയത് അതേ ഒരു വിചാരം തന്നെയല്ലേ. ഇപ്പോൾ ആ ഒരു 16 വയസ്സുകാരുടെ പ്രായം എടുത്ത് നോക്കുകയാണെങ്കിൽ +1 +2 പഠിക്കുന്ന ആ ഒരു പ്രായമാണല്ലേ. തനിക്ക് മുന്നിൽ എടുത്ത ഒരു തീരുമാനം, തെറ്റായിട്ടുള്ള തീരുമാനം അല്ലെങ്കിൽ ഒരു എടുത്തുചാട്ടം, തനിക്ക് ഈ ഒരു ലോകത്തിന് ജീവിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ ഒരു മരണം മാത്രമേ ഉള്ളൂ പോംവഴി എന്ന് തിരഞ്ഞതാണ് ഈ ഒരു പെൺകുട്ടിക്ക് സംഭവിച്ചത്. എന്നാൽ ഈ ഒരു 38 വയസ്സുള്ള ഈ ഒരു യുവാവിന് ഒരുപക്ഷെ ആ പെൺകുട്ടിക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും ബന്ധം അല്ലെങ്കിൽ ഒരു പ്രണയമോ മറ്റോ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തിരുത്തി കൊടുക്കാമായിരുന്നു. കാരണം നിരവധി ഇത്തരത്തിലുള്ള വാർത്തകളും അല്ലെങ്കിൽ നിരവധി ഇത്തരത്തിലുള്ള അനുഭവങ്ങളും നമ്മളൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അടുത്തുള്ളവർക്കൊക്കെ തന്നെ പറഞ്ഞൊക്കെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. തീർച്ചയായിട്ടും അത് തിരുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ മുതിർന്ന പ്രായമുള്ള ഒരാൾക്ക് തന്നെയാണ്. അതവിടെ ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് ഇവിടെ 2 ജീവനുകൾ നഷ്ടമായത്. എന്തായാലും ഇപ്പോൾ കൂടുതൽ അതിന്റെ അപ്ഡേഷൻസ് ഒക്കെ വരുമ്പോൾ തന്നെ അറിയാൻ സാധിച്ചത് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ്. ഈ ഒരു യുവാവിനെതിരെയാണ് ഈ ഒരു പെൺകുട്ടിയെ നിരന്തരം ശല്യപ്പെടുത്തിയെന്ന് വീട്ടുകാരുടെ പരാതിയിലാണ് പോലീസ് ഇത് അന്വേഷിച്ചു വരികയാണ്. ഇതിനിടയിലാണ് ഇവർ 2 പേരും ട്രെയിനിലേക്ക് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത്. ചെറുതന കനൂരിൽ ശ്രീജിത്ത് 38 വയസ്സുകാരനും ഹരിപ്പാട് നഗരസഭാ പരിധിയിൽ താമസിക്കുന്ന 17കാരി എന്നിവരാണ് മരിച്ചത്. കരുവാറ്റ റെയിൽവേ സ്റ്റേഷനിലെ ബുധനാഴ്ച 11:45 കൂടിയായിരുന്നു ഈ ഒരു സംഭവം നടക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ വൈകുന്നേരത്തോടു കൂടിയാണ് ഇത് ആരാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. വളരെ വേഗത്തിൽ വരുന്ന ഈ ഒരു ട്രെയിനിന്റെ മുന്നിലേക്കാണ് ഇവർ ചാടി മരിച്ചത്. അതുകൊണ്ട് തന്നെ തലയടക്കം അറ്റുപോയ നിലയിലായിരുന്നു, ശരീരം ചിന്നിച്ചിതറിയ നിലയിലുമായിരുന്നു കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഇത് ആരാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ടും കുറച്ച് സമയം എടുത്തത്. മാത്രവുമല്ല 2 പേരാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇത് ആരാണെന്നുള്ളതിൽ കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താനും വൈകിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ പറയുന്ന യുവാവിന്റെ ഭാര്യയുടെ വീടിനടുത്താണ് ഈ ഒരു പെൺകുട്ടി താമസിക്കുന്നത്. അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ഒരു ബന്ധം, അതായത് ഈ ഒരു പെൺകുട്ടി യുവാവിനെ കാണുന്നതും ഇവർ തമ്മിലുള്ള ഒരു ബന്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതും. മകളെ ശല്യപ്പെടുത്തുന്നതായി ആരോപിച്ച് വീട്ടുകാർ തിങ്കളാഴ്ച ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുമുണ്ടായിരുന്നു. പ്രകാരമാണ് ചൊവ്വാഴ്ച ഈ ഒരു പോലീസ് ശ്രീജിത്തിന്റെ വീട്ടിലെത്തിയിരുന്നതും. ആ സമയത്ത് അവിടെ ശ്രീജിത്ത് ഉണ്ടായിരുന്നില്ല. ശ്രീജിത്തിനെ കാണാനായിട്ട് പോലീസിനും സാധിച്ചില്ല. പിന്നീട് ബുധനാഴ്ച സ്റ്റേഷനിൽ ശ്രീജിത്തിനോട് ഹാജരാകാൻ വീട്ടുകാരോട് അറിയിച്ചതിന് ശേഷമാണ് പോലീസ് മടങ്ങിയത്. അതായത് ഇവർ മരിച്ച ആ ഒരു ബുധനാഴ്ച അന്നാണ് സ്റ്റേഷനിൽ ഹാജരാകാനായിട്ട് ഈ ഒരു ശ്രീജിത്തിനോട് പോലീസുകാരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശ്രീജിത്ത് പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിന് പകരം തന്നെ ആ ഒരു ദിവസം തന്നെയാണ് ശ്രീജിത്തും ഈ ഒരു പെൺകുട്ടിയും ബൈക്കിൽ ഈ പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയും അവിടെ വെച്ച് ഈ ട്രെയിനിന്റെ മുന്നിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുകയും ചെയ്തത്. രാവിലെയും വൈകുന്നേരം മാത്രം തീവണ്ടി നിർത്തുന്ന ഒരു സ്റ്റേഷനാണിത്. ഉച്ചയ്ക്ക് ആ ഒരു സ്റ്റേഷൻ പരിസരത്ത് ആളുകളും ഉണ്ടാകില്ല. അതറിഞ്ഞാണ് ആത്മഹത്യക്ക് ഇവിടെ തിരഞ്ഞെടുത്തത്. കാരണം അധികം തിരക്കില്ലാത്ത ഒരു സ്റ്റേഷനുമാണിത്. അതുകൊണ്ട് തന്നെ ഇവിടെ ആളുകളോ അല്ലെങ്കിൽ സ്റ്റേഷൻ മാസ്റ്റർ ഒന്നും ഇല്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസം വന്ന ഒരു മാധ്യമത്തിൽ വന്ന റിപ്പോർട്ട് പ്രകാരം മനസ്സിലാക്കാനായി സാധിക്കുന്നത്. കാരണം അധികം ട്രെയിനുകളൊന്നും ഇവിടെ നിർത്തുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ പകൽ സമയങ്ങളിൽ ഇവിടെ ആളുകൾ കുറവായിരിക്കുമെന്ന് കൃത്യമായി അല്ലെങ്കിൽ അത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഇരുവരും അങ്ങോട്ടേക്ക് എത്തിയത്. ബൈക്കിലാണ് വന്നത്. ബൈക്ക് അവിടെ സ്റ്റേഷന് പുറത്ത് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി ഇവരെ പ്ലാറ്റ്ഫോം നമ്പർ 1 അവിടെ കുറച്ചു നേരം നിന്ന് വർത്തമാനം പറഞ്ഞത്. അതിനുശേഷം ഒരു ട്രെയിൻ കടന്നു പോകുന്ന സമയത്താണ് ഇവർ ഏറ്റവും അടുത്ത് വന്ന് ആ ഒരു ചെരുപ്പുകൾ ഊരിവെച്ച് ഈ ഒരു ട്രെയിനിലേക്ക് മുന്നിലേക്ക് ഒരുമിച്ച് ചാടുന്നതും. ഡൽഹി അമൃത്സർ എക്സ്പ്രസിന് മുന്നിലേക്കാണ് ഇരുവരും ചാടിയത്. മൃതദേഹങ്ങളൊക്കെ തന്നെ ചിന്നിച്ചിതറിയ നിലയിൽ തന്നെയായിരുന്നു. ഇതിന്റെ ഭാഗമായി അവിടെ അരമണിക്കൂറോളം തീവണ്ടി ഗതാഗതം തടസ്സപ്പെട്ടിട്ടുമുണ്ടായിരുന്നു.
ഒരു ശ്രീജിത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ശ്രീജിത്ത് ഭാര്യയുമായിട്ട് അകന്നു കഴിയുകയാണ്. ഇയാളും പെൺകുട്ടിയും ഫോണിൽ സംസാരിക്കാനുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് പലപ്പോഴും വീട്ടുകാർക്കും അറിയാം. അതുകൊണ്ട് തന്നെ വീട്ടുകാർ ഇത് വിലക്കിയിട്ടുണ്ട്. പക്ഷേ ഇവർ ഈ ഒരു ബന്ധം തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് നിവർത്തികെട്ട ഈ ഒരു വീട്ടുകാര് യാതൊന്നും ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ പോലീസിൽ പരാതിപ്പെട്ടത്. ഒരു പക്ഷെ പോലീസ് സ്റ്റേഷനിലേക്ക് ബുധനാഴ്ച എത്തിയ ഒരു ഒത്തുതീർപ്പ് മറ്റുമായിരിക്കും ഈ ഒരു പോലീസുകാർ ശ്രമിച്ചിട്ടുണ്ടാവുക. പക്ഷെ അതിന് പോലും നിൽക്കാതെയാണ് രണ്ടുപേരും ഇത്തരത്തിലുള്ള ആത്മഹത്യ ചെയ്തത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ശല്യപ്പെടുത്തരുത് എന്ന് താക്കീത് നൽകാനാണ് ഇയാളോട് സ്റ്റേഷനിൽ എത്താൻ പറഞ്ഞതെന്നാണ് പോലീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശ്രീജിത്തുമായിട്ടുള്ള ഈ ഒരു അടുപ്പത്തിൽ നിന്ന് ദേവികയെ പിന്തിരിപ്പിക്കാൻ വീട്ടുകാർ ശ്രമിച്ചിരുന്നതായും പോലീസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനിടയിലാണ് ഇവർ ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് അവരുടെ സമീപത്ത്, അതായത് ഗേറ്റ് കീപ്പർ മാത്രമാണ് അവിടെ ഉണ്ടായത്. കാരണം ഈ ഒരു ഗേറ്റ് കീപ്പറാണ് ഇവർ ഈ ഒരു ദൃശ്യങ്ങളെല്ലാം കണ്ടത്. ഈ ദൃശ്യം കണ്ട ഗേറ്റ് കീപ്പർ പറഞ്ഞെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും കുറച്ചു നേരം ഇന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഈ ഒരു ട്രെയിൻ വരുന്ന സമയത്ത് ചില അസ്വാഭാവികത തോന്നിയിരുന്നെങ്കിലും ട്രെയിൻ വരുന്ന സമയത്ത്, അതായത് ഏറ്റവും അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ ഗേറ്റ് കീപ്പർ അവിടെ നിന്ന് ഉറക്കെ ചാടരുതെന്ന് വിളിച്ചു പറയുകയും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴേക്കും ഇരുവരും ഒന്നിച്ച് ട്രെയിനിന് മുന്നിലേക്ക് ചാടുകയായിരുന്നു. നിമിഷ നേരം കൊണ്ടാണ് ഇവരെ ട്രെയിൻ ഇടിച്ചു തെറിപ്പിച്ചത്. തലയടക്കം ചിന്നിച്ചിതറിയ അവസ്ഥയിലായിരുന്നു. കഴിഞ്ഞ ദിവസം ഇരുവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വിട്ടുകൊടുക്കുകയും അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇന്നലെ വൈകുന്നേരം സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ നടന്നിട്ടുമുണ്ടായിരുന്നു. ഒരു നാടിനെ നടക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു ഇത്. ഇനി ഈ ഒരു ആത്മഹത്യക്ക് മെയിൻ കാരണം പ്രണയമാണ് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം പ്രണയം എന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലാ പ്രായത്തിൽ തോന്നുന്നത് തന്നെയാണ്. പക്ഷേ അതിനെ വളരെ വിവേകത്തോടു കൂടി തന്നെ അത്തരത്തിലൊരു തീരുമാനമെടുക്കുക. അല്ലാതെ ഒരു ജീവിതം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ വിജയിച്ചു എന്ന് കരുതുന്നത് വളരെ തെറ്റാണ്. ഈ ഒരു പ്രായത്തിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നല്ലൊരു വിദ്യാഭ്യാസം നേടുക എന്ന് തന്നെയാണ്. അതിനുശേഷം ഒരു ജോലി, അതാണ് ഏറ്റവും നമുക്ക് പ്രാധാന്യമുള്ളത്. അതായത് സ്വന്തം കാലിൽ നിൽക്കുക, അല്ലെങ്കിൽ സ്വന്തം വരുമാനം അതനുസരിച്ചിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്താനുള്ള ആ ഒരു പൈസ സമ്പാദിക്കുക, നല്ലൊരു വിദ്യാഭ്യാസം നേടുക, സമൂഹത്തിന് നല്ലൊരു ജോലി നേടുക എന്നൊക്കെ പറയുന്നത് ഏറ്റവും നമുക്ക് മുൻഗണന കൊടുക്കേണ്ട വിഷയങ്ങളാണ്. അതിനുശേഷം മാത്രമായിരിക്കണം നമുക്ക് ഒരു പക്ഷേ ഒരാൾ വേണം, നമ്മുടെ കൂടെയുള്ള ജീവിതത്തിൽ നമുക്കൊരു പാർട്ണർ വേണം എന്ന് കരുതുകയാണെങ്കിൽ മാത്രം ഒരാളെ തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ വിവാഹം കഴിക്കുക. ഇതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് തന്നെയാണ്. പക്ഷെ എടുത്ത ചാടിയുള്ള തീരുമാനം എടുക്കാതിരിക്കുക എന്നുള്ളതാണ്, പ്രത്യേകിച്ച് വളരെ ചെറിയ പ്രായത്തിൽ. വളരെ വിവേകത്തോടു കൂടി കാര്യങ്ങൾ എടുക്കാനും അതനുസരിച്ച് പ്രാവർത്തികമാക്കാനും എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. നിരവധി ഇത്തരത്തിലുള്ള ആത്മഹത്യ വാർത്തകളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ട് ആളുകൾ ആത്മഹത്യ ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. വളരെ വിദ്യാഭ്യാസമുള്ള ആളുകളടക്കം ഇത്തരത്തിൽ എന്തെങ്കിലും മാനസിക സമ്മർദ്ദം നേരിടുമ്പോൾ ആത്മഹത്യ എന്ന വഴി തിരഞ്ഞെടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. നിരവധി ആളുകൾ അത്തരത്തിലുണ്ട് നമ്മുടെ ചുറ്റും. അതായത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന അത്തരം കാഴ്ചകൾ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. പലരും സ്വന്തം ജീവിതം അവസാനിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നേരിടുന്ന ആ പ്രശ്നങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ള ചിന്ത കടന്നു വരുന്നതും ആ ഒരു സെക്കൻഡിൽ തോന്നുന്ന ഈ ഒരു ചിന്തയിലൂടെയാണ് ശരിക്കും ഇത്തരത്തിലുള്ള ആത്മഹത്യാ പ്രവണതകൾ ഉണ്ടാകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് നാളത്തെ നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കഷ്ടപ്പാടുകളുമാണെന്ന് നാം എപ്പോഴെങ്കിലും ഓർക്കാറുണ്ടോ? നാം ഇതുവരെ കടന്നു പോകുന്ന വഴികളിലേക്ക് സൂക്ഷ്മമായിട്ട് ഒന്ന് കണ്ണോടിച്ചാൽ ഇത് തെറ്റായ തീരുമാനത്തിൽ നിന്ന് അതിവേഗം പിന്മാറാൻ നമുക്ക് കഴിയും. അപ്പോൾ ആത്മഹത്യ പ്രേരണ ഉയർത്തുന്ന ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മൾ മറ്റുള്ളവരോട്, അതായത് നമ്മളുമായി ഏറ്റവും അടുപ്പമുള്ള വ്യക്തികളുമായിട്ട് തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങൾ തുറന്നു പറയാൻ ശ്രമിക്കണം. ഇതിന് കഴിയുന്നില്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് വിധേയമാവുക എന്നത് തന്നെ ഏറെ സഹായകരമാകും. ഇന്ന് ഒരുപാട് ഇത്തരത്തിലുള്ള കൗൺസിലിംഗ് സെന്ററുകളുണ്ട്. മറ്റുള്ളവരുടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കേൾക്കാൻ നമ്മളും സമയം കണ്ടെത്തേണ്ടതുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ കുടുംബത്തിലൊരാളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ പരിചയത്തിലുള്ള ഒരു വ്യക്തി ഇവരിൽ ആത്മഹത്യാ പ്രവണത ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അവർ ജീവനൊടുക്കാൻ ശ്രമിക്കാവുന്ന മാർഗങ്ങളിൽ തടയിടാൻ ഒരു പക്ഷേ നാം പരമാവധി ശ്രമിക്കണം. അത് നമ്മളെ കൊണ്ട് തന്നെ സാധിക്കുന്ന കാര്യം കൂടിയായിരിക്കും. ഒരുപക്ഷെ അവർ പറയുന്നത് കേൾക്കുക, അല്ലെങ്കിൽ അവർക്കൊരു ഉപദേശം നൽകുക, അല്ലെങ്കിൽ അവരോട് സംസാരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ ഒരു ജീവൻ രക്ഷിക്കാനുള്ള ഒരു മാർഗമായിരിക്കും എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. നമ്മൾ പലപ്പോഴും പറയുന്നത് പോലെ തന്നെ ഈ കാലമൊക്കെ തന്നെ കടന്നുപോകും. തളർന്നു വീണുവെങ്കിലും സ്വധൈര്യത്തോടു കൂടെ തന്നെ നമുക്ക് മുന്നോട്ട് പോവുക എന്നുള്ള ആ ഒരു ചിന്ത നാളെ ചിലപ്പോൾ നിങ്ങളുടെ ദിവസമായിരിക്കും എന്നുള്ളത് തന്നെയാണ്.